എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ പലഹാരമായ ചെറുപയർ അരി ലഡുവാണ്. അപ്പോൾ അതിന് വേണ്ട ചേരുവകൾ: ചെറുപയർ, അരി, തേങ്ങ, ശർക്കര, ഏലക്ക, ചുക്ക്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 250 ഗ്രാം ചെറുപയർ ചെറുതീയിലിട്ട് നല്ലതുപോലെ ഇളക്കി വറുത്തെടുക്കണം. കൈയെടുക്കാതെ ഇളക്കി യോജിപ്പിക്കണം. ശേഷം അതിലേക്ക് 3 ഏലക്കായും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് തണുക്കാനായി മാറ്റിവെക്കാം. തണുത്ത ശേഷം ഇത് പൊടിച്ചെടുക്കണം. ഇനി അടുത്തതായി 250 ഗ്രാം പുഴുങ്ങലരി വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ തീ വളരെയധികം കുറച്ചിട്ട് സാവധാനം ഇളക്കി നമുക്ക് അരി വറുത്തെടുക്കാം. അങ്ങനെ വറുത്തെടുത്ത അരിയിലേക്ക് ഒരു കഷ്ണം ചുക്കുമിട്ട് ഒന്നും കൂടെ യോജിപ്പിച്ച് ഒന്ന് വറുത്തെടുക്കാം. ശേഷം അത് ചൂടാറാൻ വെച്ച് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി അടുത്തതായി പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് 1 കപ്പ് തേങ്ങയും നല്ലതുപോലെ വറുത്തെടുക്കണം. തേങ്ങയിലെ ഈർപ്പമെല്ലാം മാറുന്നത് വരെ വറക്കണം. അതുകൊണ്ട് തീ വളരെ സിമ്മിലിട്ട് വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാൾ ഈ ലഡു ചീത്തയാവാതെ കേടുകൂടാതിരിക്കും. അപ്പോൾ അതിലേക്ക് ഒരല്പം കൂടെ നെയ്യ് ഒഴിച്ച് 1 സ്പൂൺ എള്ളും തേങ്ങയും എല്ലാം ചേർത്ത് നല്ലതുപോലെ വറുത്തെടുക്കാം. ഇങ്ങനെ നെയ്യിൽ തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ല രുചിയാണ്, നല്ലൊരു മണവുമാണ്. ഏറെ നാൾ കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ചെടുത്ത് വയ്ക്കാനും പറ്റും. അത് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ് ഈ നെയ്യും കൂടെ ചേർക്കുമ്പോൾ വരുന്നത്. ഇനി നമുക്കെല്ലാം കൂടെ ചേർക്കാം. അപ്പോൾ ആദ്യം ചെറുപയർ വറുത്ത് പൊടിച്ചത്, കൂടെ തന്നെ അരി വറുത്ത് പൊടിച്ചത്, കൂടെ തന്നെ നെയ്യിൽ വറുത്തെടുത്ത എള്ള്, തേങ്ങാക്കൂട്ട് ഇവയെല്ലാം ചേർത്ത് ഒന്ന് സെറ്റാക്കാം. ഇനി ഇതിലേക്ക് പാനിക്കായി 250 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 250 ഗ്രാം ശർക്കരയിലേക്ക് 1/2 ലിറ്റർ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ പാനിയാക്കണം. ഇനി ഇതൊന്ന് അരിച്ചു മാറ്റി ചൂടോടെ തന്നെ നമുക്ക് ഈ പൊടികളിലേക്ക് ചേർക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടാറരുത്. അപ്പോൾ അതേ നല്ല തിളച്ച ശർക്കര പാനി അല്പാൽപ്പം മുഴുവനായിട്ട് ഒഴിക്കരുത്. നമുക്ക് ആവശ്യാനുസരണം ഒഴിച്ച് ഇളക്കി ഒരു തവിയുടെ പുറകുവശം കൊണ്ടാണ് ഞാനിവിടെ ഇളക്കുന്നത്. പെട്ടെന്ന് കൈയിട്ട് കഴിഞ്ഞാൽ കൈയെല്ലാം പൊള്ളിപ്പോവും, കാരണം ചൂടോടുകൂടിയുള്ള പാനിയല്ലേ. അപ്പോൾ അതേ അല്പാൽപ്പം ശർക്കര പാനി ഒഴിച്ച് പൊടിയിലേക്ക് ശർക്കര പാനിയെല്ലാം നല്ലതുപോലെ ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരല്പം ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇനി കൈ കൊണ്ടൊന്ന് കുഴച്ച് നല്ലതുപോലെ അമർത്തി വെക്കാം. കാരണം ഇതിൻ്റെ തണുത്ത് കഴിഞ്ഞാൽ ഉരുളകളാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഓരോ സൈഡിൽ നിന്ന് കുറച്ച് എടുത്ത് നമുക്ക് ഉരുളകളാക്കി തയ്യാറാക്കിയെടുക്കാം. നല്ലതുപോലെ അമർത്തി ഉരുട്ടിയെടുക്കണം, ഇല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ അതേ അമർത്തി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്ക് റൗണ്ട് ഷേപ്പ് ആക്കിയെടുക്കാം. അങ്ങനെ നമ്മളുടെ എല്ലാ പൊടികളും ചേർത്ത് നല്ലതുപോലെ ഉരുട്ടി റൗണ്ട് ഷേപ്പ് ആക്കിയെടുത്ത അടിപൊളി നാടൻ ചെറുപയർ അരി ലഡു തയ്യാർ.